നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്. 12 ജില്ലകളിലാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിർജ്ജലീകരണവും അതുപോലെ തന്നെ സൂര്യാഘാതവും ഒക്കെ കണക്കിലെടുത്താണ്. സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രധാനപ്പെട്ട 2 അധ്യാപകർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലാണ്. അവരെ പിടികൂടാത്തതിൽ പ്രതിഷേധം വലിയ രീതിയിലുണ്ട്. ഒപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം അത് ലോകരാജ്യങ്ങളെ തന്നെ ബന്ദിയിലാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ വാർത്തകളുടെയും വിശദാംശങ്ങളിലേക്ക് വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഒളിവിൽ പോയ അധ്യാപകരെ പിടികൂടാത്തതിൽ പ്രതിഷേധം. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. നിതിൻ ജീവനൊടുക്കിയത് ഓൺലൈൻ ലോൺ ആപ്പ് മൂലമെന്ന് വരുത്തി തീർക്കാൻ കോളേജ് അധികൃതരുടെ ശ്രമമെന്ന് കുടുംബം. സംസ്ഥാനത്ത് വേനൽ ചൂട് അതികഠിനം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. സൂര്യാഘാതവും നിർജ്ജലീകരണവും ഒഴിവാക്കാൻ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ. അമേരിക്കയുടെ ഹോർമൂസ് കടലിടുക്ക് ഉപരോധം പ്രാബല്യത്തിൽ. ഒരു രാജ്യങ്ങളുടെയും കപ്പലുകൾ കടത്തിവിടില്ലെന്ന് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകൾ വീണ്ടും ആക്രമിക്കാൻ ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം ശ്രദ്ധിക്കേണ്ടതില്ലെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. രോഗശാന്തി നൽകുന്ന യേശു ക്രിസ്തുവായി ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ പോസ്റ്റ്. തമിഴ്നാട്ടിൽ ഇന്ന് BJP പ്രകടന പത്രിക പുറത്തിറക്കും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് വെല്ലൂർ, തിരുപ്പത്തൂർ എന്നീ ജില്ലകളിലെ പ്രചാരണത്തിന്. TVK അധ്യക്ഷൻ വിജയ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് DMKയും NDAയും. ബംഗാളിൽ അഴിമതിക്കാരായ മമതാ സർക്കാരിനെ തലകീഴായി കെട്ടിത്തൂക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബീഹാറിൽ 2 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന നിതീഷ് കുമാർ യുഗം അവസാനിക്കുന്നു. നിതീഷ് ഇന്ന് രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ BJP നിയമസഭാ കക്ഷിയോഗം ഇന്ന്. സർപ്രൈസ് മുഖ്യമന്ത്രിക്കും സാധ്യത. സാമ്രാട് ചൗധരി, വിജയ് കുമാർ സിൻഹ എന്നിവരുടെ പേരുകൾ പരിഗണനയിൽ. സത്യപ്രതിജ്ഞ നാളെ. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് ആദ്യ തോൽവി. ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ജയം 57 റൺസിന്. ഹൈദരാബാദിന്റെ അരങ്ങേറ്റക്കാരായ പ്രഫുൽ ഫിൻഗയ്ക്കും സാക്കിബ് ഹുസൈനും 4 വിക്കറ്റ്. ഇന്ന് ചെന്നൈ കൊൽക്കത്തയെ നേരിടും. സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധം കണ്ടതായിരുന്നു നിതിൻ രാജിന്റെ മരണം. ആ മരണത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. കോളേജിലെത്തി അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് വിദ്യാർത്ഥി ജീവനൊടുക്കിയതെന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം ഒളിവിൽ പോയ അധ്യാപകരെ പിടികൂടാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോസഫ്, ഇന്നലെ നമുക്കറിയാം അഞ്ചരക്കണ്ടി കോളേജിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ യുവജന സംഘടനകൾക്കൊപ്പം ആ കോളേജിലെ വിദ്യാർത്ഥികളും വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ഒപ്പം മൗനം വെടിഞ്ഞ് ഈ അധ്യാപകർക്കെതിരെ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇന്നലെ ഈ അധ്യാപകരുടെയും അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് അന്വേഷണം പോകുന്നത്? കാരണം ഈ അധ്യാപകർ പ്രധാനപ്പെട്ട 2 പേർ ഒളിവിലാണ്, ഈ അധ്യാപകരായ റാമും സംഗീതയും ഒക്കെ. തീർച്ചയായും അവിടെ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്നലെ കോളേജിലെത്തി CCTV ദൃശ്യങ്ങൾ, അത് നിർണായക CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. 10ാം തീയതി, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 1:30 ഈ നിതിൻ രാജ് എന്ന കുട്ടി ജീവൻ എടുക്കുന്നത്. ഈ ജീവൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് ഇദ്ദേഹം ഇറങ്ങിപ്പോവുകയും അതിനുശേഷം നേരെ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് മുകളിലേക്ക് കയറി ജീവൻ എടുക്കുകയുമായിരുന്നു. പ്രിൻസിപ്പലിന്റെ റൂമിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡോക്ടർ MK റാം, സംഗീത എന്നിവർക്ക് പുറമെ
ഈ പ്രിൻസിപ്പലിനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മാത്രമല്ല ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർക്ക് പരാതി നൽകിയ ഒരു അധ്യാപികയുണ്ട്, ലത എന്നാണ് അവരുടെ പേര്. ഈ അധ്യാപികയ്ക്കെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ ലോൺ ആപ്പുകാർ വിളിച്ച സമയത്ത് ഇത്തരത്തിൽ ലത എന്ന അധ്യാപിക ഈ കുട്ടിയെ മാനസികമായി വലിയ രീതിയിൽ ഹറാസ് ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ജാതീയ അധിക്ഷേപം മൂലമാണ് ഈ കുട്ടി ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമായതെന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം 15,000 രൂപയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ 15,000 രൂപയാണ് ആ കുട്ടി ലോൺ ആപ്പിൽ നിന്ന് കടമെടുത്തിരുന്നത്. അതിൽ ചെറിയൊരു EMI മാത്രമാണ് മുടങ്ങിയത്. ഇതിന്റെ പേരിൽ ഇത്തരത്തിൽ ഈ ജീവനൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നൊരു കണ്ടെത്തലിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായിട്ടുള്ളത്. മറ്റ് ഹറാസ്മെന്റുകൾ, അതായത് മറ്റ് കളിയാക്കലുകളും ജാതി വിവേചനവും അധിക്ഷേപ പരാമർശങ്ങളുമാണ് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ഒരു മാനസിക നില തെറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടത്തിവിട്ടതെന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനായി CCTV ദൃശ്യങ്ങളും പോലീസ് അധ്യാപകരുടെ മൊഴിയും വിദ്യാർത്ഥികളുടെ മൊഴികളും പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തും. കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനുള്ളൊരു ശ്രമത്തിലാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ കോളേജ് ഹോസ്റ്റലിലും സമാന രീതിയിൽ ക്രൂരത നേരിട്ടു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ കോളേജിൽ ഒരു സിക്ക് റൂം, അതായത് ഇത്തരത്തിൽ ഒരു ജാതി അധിക്ഷേപത്തെ തുടർന്നാണ് ഇത്തരത്തിലേക്ക് സിക്ക് റൂം പോലെയുള്ള ഒരു റൂമിലേക്ക് ആ വിദ്യാർത്ഥിയെ മാറ്റിയത് എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോളേജ് അധികൃതർക്കെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിലെ 2 അധ്യാപകർക്ക് മാത്രമല്ല, കോളേജിലെ വിവിധ അധ്യാപകർക്കും കോളേജിന്റെ മാനേജ്മെന്റിനും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തും. ആദ്യഘട്ടത്തിൽ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തും, വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്, മനോവിഷമമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നത് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ അധ്യാപകർ തന്നെ, ഈ ഒളിവിൽ പോയ അധ്യാപകർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. കോടതി അവധിയായതിനാലാണ് ഇത്തരത്തിൽ ശരി. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ. നിതിൻ രാജിന്റെ മരണത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. DGPയെ നേരിൽ കണ്ട് കുടുംബം പരാതി നൽകി. മകന് നീതി വേണമെന്നും ഓൺലൈൻ ആപ്പിലെ ലോൺ സംബന്ധിച്ച കാര്യങ്ങൾ ജാതി അധിക്ഷേപം മറച്ചുവെക്കാനാണെന്നൊക്കെ കുടുംബം പറയുന്നുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ആണ് ചേരുന്നത്. എബി സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിലവിൽ 2 FIR ഇട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൽ തന്നെ ഒരു ആശങ്ക കുടുംബം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഈ ലോൺ ആപ്പ് ഭീഷണി മൂലമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ഈ കുടുംബം പറയുന്നത്. അപ്പോൾ DGPക്ക് നേരിൽ കണ്ട് പരാതി നൽകി. ഇനി അങ്ങോട്ട് ഏത് രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകാനാണ് ഈ കുടുംബത്തിൻ്റെ ഒരു തീരുമാനം? നിതിന് നീതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നലെ DGPയെ നേരിട്ട് കണ്ട് അവർക്കുള്ള ആശങ്കകളെല്ലാം തന്നെ പങ്കുവച്ചിരുന്നു. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന, അല്ലെങ്കിൽ ഈ ജാതി അധിക്ഷേപം എന്നുള്ള വിഷയമാണ് ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഇത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളാണ്, ആ നിലയ്ക്ക് ഈ കേസ് മാറുന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ചില നേതാക്കൾ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ലോൺ ആപ്പിലേക്ക്, അല്ലെങ്കിൽ ലോൺ ആപ്പിൽ നിന്നുള്ള പണം എടുത്തതിൻ്റെ ആയി ബന്ധപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ ഒരു വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയത് എങ്ങനെയാണെന്നൊരു ചോദ്യം വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് തന്നെ കുടുംബവും ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജാതി അധിക്ഷേപം പോലുള്ള സംഭവങ്ങളെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ലോൺ ആപ്പ് ആയി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നായിരുന്നു കുടുംബം ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞു വന്നിരുന്നത്. ഒപ്പം തന്നെ ഈ ലോൺ എടുത്തിട്ടുണ്ട്, അത് കുടുംബം അറിഞ്ഞിട്ട് എടുത്തിട്ട് ഉള്ള ലോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് അമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ട ആ സമയത്താണ് അത്തരത്തിൽ ലോൺ എടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കുടുംബം ഇന്നലെ തന്നെ അതിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഇപ്പോൾ അവർ DGPയെ കണ്ടത്. DGPയെ കണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവർ DGPയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നീതി ലഭിക്കുക
പാലിക്കണം. ഒപ്പം തന്നെ ഈ ജാതി അധിക്ഷേപം എന്നത് അത് ചെറിയ കാര്യമായി പരിഗണിക്കാൻ കഴിയില്ല. ജാതി അധിക്ഷേപം എന്ന ആ ഒരു ഗുരുതരമായിട്ടുള്ള സംഭവത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ളതാണ് കുടുംബം DGPയുടെ മുന്നിലും അവതരിപ്പിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ പരാതി നൽകണം എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ ആഗ്രഹം. അത് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ സന്ദർശനം നടത്തിയ വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിനുള്ള അവസരം ഒരുക്കും എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. അടുത്ത ദിവസം മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് വരുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിക്കുക എന്നത് തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോവുകയെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വീട്ടിലെത്തി ഈ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. നിലവിൽ ഈ അന്വേഷണത്തിൽ ഒരു ആശങ്ക കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ട്. DGPക്ക് നേരിട്ട് പരാതി നൽകി. ഇനി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയാൽ മുഖ്യമന്ത്രിയെയും നേരിട്ട് കാണാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിലും ബംഗാളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. രാവിലെ 11:30 ചെന്നൈയിലെ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി JP നദ്ദ, പീയൂഷ് ഗോയൽ എന്നിവരൊക്കെ ചേർന്നാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുക. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് വെല്ലൂർ, തിരുപ്പത്തൂർ എന്നീ ജില്ലകളിലെ പ്രചാരണ യോഗങ്ങളിലാണ് പങ്കെടുക്കുന്നത്. CPI ദേശീയ സെക്രട്ടറി D രാജയും ഇന്ന് ചെന്നൈയിൽ പ്രചാരണം നടത്തുന്നുണ്ട്. അതിനിടെ പെരമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന TVK അധ്യക്ഷൻ വിജയ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന അവകാശവാദവുമായി DMKയും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗാളിലേക്ക് വരികയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം അവിടെ കനക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. മമതാ സർക്കാരിനോട് വിട പറയാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞെന്നും BJP അധികാരത്തിൽ വന്നാൽ അഴിമതിക്കാരെ തലകീഴായി കെട്ടിത്തൂക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരർക്ക് ബിരിയാണി നൽകി സൽക്കരിച്ചവരാണ് കോൺഗ്രസും മമതാ ബാനർജിയുമെന്നും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ പറഞ്ഞു. സംസ്ഥാനത്ത് വേനൽ ചൂട് കഠിനമായി തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിച്ചേക്കാം. കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയ 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ് നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന താപനില. സൂര്യാഘാതത്തിനും നിർജ്ജലീകരണത്തിനും സാധ്യത കണക്കിലെടുത്ത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിക്കുന്നുണ്ട്. ബീഹാർ രാഷ്ട്രീയത്തിൽ 2 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന നിതീഷ് കുമാർ യുഗം അവസാനിക്കുകയാണ്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രിയെ BJP ഉടൻ പ്രഖ്യാപിക്കും. BJP ദേശീയ നേതൃത്വം നിരീക്ഷകനായി നിയോഗിച്ച കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജിഷ്ണു, സൂചിപ്പിച്ച പോലെ തന്നെ നിതീഷ് കുമാറിന്റെ 2 പതിറ്റാണ്ട് നീണ്ട യുഗത്തിനാണ് അവസാനമാകുന്നത്. ഒപ്പം പുതിയ മുഖ്യമന്ത്രി ബീഹാറിലേക്ക് വരും. പല പേരുകളും പരിഗണനയിലുണ്ട്. സർപ്രൈസ് മുഖ്യമന്ത്രിക്കും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? നമ്മൾ ഈ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ കേന്ദ്ര നിരീക്ഷകനായി BJP നിയോഗിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായും ഒപ്പം ഘടകകക്ഷി നേതാക്കളുമായും JDU-വിന്റെയും LJP-യുടെയും എല്ലാം ഘടകകക്ഷി നേതാക്കളുമായും ഇതിനോടകം തന്നെ ചർച്ച നടത്തി കഴിഞ്ഞു. നിരവധി പേരുകൾ കേന്ദ്ര നേതൃത്വത്തിന് മുൻപിലേക്ക് പരിഗണനയിൽ വന്നിട്ടുണ്ട്. അതായത് നിലവിലെ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള സമ്രാട് ചൗധരി, വിജയ് കുമാർ സിൻഹ, കൂടാതെ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് തുടങ്ങിയിട്ടുള്ള പേരുകൾ കേന്ദ്ര നേതൃത്വത്തിന് മുൻപിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തേക്ക്, ഈ പേരുകൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും പുതിയ മുഖം, ഒരു സർപ്രൈസ് മുഖ്യമന്ത്രി ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതും നോക്കി കാണുന്നതാണ്. കാരണം നേരത്തെ രാജസ്ഥാനിലെയും ഒപ്പം മധ്യപ്രദേശിലെയും എല്ലാം മുഖ്യമന്ത്രികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ BJP അത്തരത്തിലൊരു ശൈലി സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകും
ഉണ്ടാകും എന്നുള്ളത് ദേശീയ നേതൃത്വം തന്നെ ഉറ്റുനോക്കുകയാണ്. ബീഹാറിനെ സംബന്ധിച്ച് 2005 മുതൽ മുഖ്യമന്ത്രി കസേരയിലുള്ള നേതാവാണ് നിതീഷ് കുമാർ. NDA സഖ്യത്തിനൊപ്പവും ഒപ്പം RJD സഖ്യത്തിനൊപ്പവും നിന്നുകൊണ്ട് രാഷ്ട്രീയ കാറ്റ് മാറുന്നതിനനുസരിച്ച് നിന്നുകൊണ്ട് ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ 2 പതിറ്റാണ്ടിലധികമായിരിക്കുന്ന നേതാവാണ് നിതീഷ് കുമാർ. അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ അംഗമായി ചുമതലയേറ്റു. ഇന്ന് പട്നയിൽ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും നിതീഷ് കുമാർ ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കുക. ശേഷം ഘടകകക്ഷി നേതാക്കളുമായി BJPയുടെ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഇന്ന് വൈകിട്ട് പട്നയിൽ നടക്കുന്ന BJPയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നിലവിൽ മുതിർന്ന നേതാക്കൾ അറിയിക്കുന്നത്. അമ്പിളി. ശരി, അങ്ങനെ ബീഹാറിലെ നിതീഷ് കുമാർ യുഗത്തിന് അവസാനമാകുകയാണ്. രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളും നിതീഷ് കുമാർ തന്നെയാണ്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക. ഇനി അങ്ങോട്ട് ഒരുപക്ഷെ BJP ആരായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സർപ്രൈസായ കാര്യം. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച അമേരിക്ക. കപ്പലുകൾക്ക് അമേരിക്ക നോട്ടീസ് നൽകി തുടങ്ങിയെന്ന് UK മാരിടൈം ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുകയോ ഇടപെടുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും എത്തുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകളെയും തടയുമെന്ന് അമേരിക്ക സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം ഈ കടുത്ത നീക്കത്തിലേക്ക് കടന്നത്. അമേരിക്കയുടെ നീക്കത്തിനെതിരെ മുന്നറിയിപ്പുമായി ഇറാൻ സൈന്യവും റവല്യൂഷണറി ഗാർഡ്സും രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ തുറമുഖങ്ങൾ ഭീഷണി നേരിട്ടാൽ പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ കടലിലെയും ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. എന്നാൽ ഹോർമൂസ് പിടിച്ചെടുക്കുന്നതിൽ പങ്കാളികളാകില്ലെന്ന് UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം രാത്രി 7:30 ഉപരോധം പൂർണ്ണ തോതിൽ നിലവിൽ വരുമെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെ സ്വയം യേശുവായി ചിത്രീകരിച്ച് ട്രൂത്ത് സോഷ്യലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ്. രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിക്കുന്ന AI ചിത്രമാണ് ട്രംപ് പങ്കുവച്ചത്. അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലമുള്ളതാണ് ചിത്രം. സൈനികർ, വിമാനങ്ങൾ, നഴ്സുമാർ, രോഗി തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് AI ചിത്രം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. മാർപ്പാപ്പ തീവ്ര ഇടതുപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിർത്തണമെന്നും താൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലിയോ വത്തിക്കാനിൽ ഉണ്ടാകില്ല എന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമത്തിൽ AI ചിത്രവും പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് ചിത്രം ട്രൂത്ത് സോഷ്യലിൽ നിന്ന് നീക്കി. ഇനി സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിഷുക്കാഴ്ചകളിലേക്കാണ്. വഴിയോരങ്ങളിൽ നിരത്തി വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. കണിയൊരുക്കാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങളിൽ അധികവും എത്തുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. 100 കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൃഷ്ണ വിഗ്രഹം വിറ്റ് ഉപജീവന മാർഗം തേടുന്നത്. ആ കാഴ്ചകളിലേക്ക്. സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് വിഷുക്കണി എന്നാണ് ഐതിഹ്യം. കണിയൊരുക്കുമ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളെ എങ്ങനെ മാറ്റി നിർത്താനാകും? അനന്തപുരിയുടെ റോഡുകൾക്കിരുവശവും ഇപ്പോൾ മനോഹരമായ കൃഷ്ണ വിഗ്രഹങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. हम राजस्थान जयपुर से आते हैं. यहाँ पे 3 साल हो गया हमें. यहाँ के लोग अच्छे हैं, भाग भी अच्छा है, अच्छा रहना है, कोई इधर का टेंशन भी नहीं है. രാജസ്ഥാനിൽ നിന്നുള്ളവരാണ് പ്രധാനമായും തിരുവനന്തപുരത്ത് കൃഷ്ണ വിഗ്രഹങ്ങളെ തയ്യാറാക്കി വിൽക്കുന്നത്. സ്റ്റാർട്ടിങ് 100 രൂപയ്ക്ക് ഉണ്ട്, 200 ഉണ്ട്, 300 രൂപ ഉണ്ട്, 400, 500 മുകളിലില്ല. വാങ്ങാൻ നമുക്ക് എല്ലാ വർഷവും വിഷുവിന് പരിപാടി. ഇത് മെയിൻ കച്ചവടം. 100 രൂപ മുതലാണ് കൃഷ്ണ വിഗ്രഹങ്ങളുടെ വില ആരംഭിക്കുന്നത്. ഗോക്കളെ മേയ്ക്കുന്ന കൃഷ്ണൻ, ഓടക്കുഴലൂതുന്ന കൃഷ്ണൻ, വെണ്ണക്കണ്ണൻ, അങ്ങനെ വിവിധ ഭാവങ്ങളിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഇവരുടെ കൈകളിലുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒറിജിനലിലെ വെല്ലും ഈ ആർട്ടിഫിഷ്യൽ പൂക്കൾ കണ്ടാൽ. വിഷുക്കാലം എത്തിയതോടെ ആലപ്പുഴ നഗരത്തിലെ വിപണികൾ കീഴടക്കുകയാണ് പ്ലാസ്റ്റിക് കൊന്ന പൂക്കൾ. ഇലകളും വിരിഞ്ഞതും വിരിയാത്തതുമായ പൂക്കളുമായി കുലകുലകളായി വിപണികൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കൊന്ന പൂക്കൾക്ക് വേറിട്ടൊരഴകാണ്. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ മാറി നിൽക്കും.
നിറത്തിലും രൂപത്തിലും ഒറിജിനലിനെ വെല്ലുന്ന അഴകാണ് ഈ പീതപുഷ്പങ്ങൾക്ക്. വിഷുവിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കൊന്നകൾ പൂക്കുകയും വേനൽ മഴയിൽ കൊഴിയുകയും ചെയ്തതോടെ കണിയൊരുക്കാൻ പൂക്കൾ കിട്ടാതായി. ഇതോടെ ഈ പുതിയ കൊന്നപ്പൂക്കൾക്ക് വിപണിയിൽ ആവശ്യക്കാരും ഏറെയാണ്. വളരെ മുമ്പ് തന്നെ കൊന്നപ്പൂ പൂത്ത് കൊഴിഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് കൊന്നപ്പൂ ആർട്ടിഫിഷ്യലായിട്ട് കൊന്നപ്പൂക്കൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് വിൽപ്പനയ്ക്ക്. അപ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള കൊന്നപ്പൂക്കളാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ ഷോപ്പുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്കിപ്പം കൊന്നപ്പൂവിൻ്റെ വിൽപ്പന വാങ്ങാനും ഒക്കെ. ഒരു പൂക്കുലയ്ക്ക് 25 രൂപയാണ് വില. ഒരടിയാണ് ഓരോ കുലയുടെയും നീളം. ഇവ വാടുകയോ കൊഴിയുകയോ ചെയ്യുമെന്ന ഭീതി വേണ്ട. കണിയൊരുക്കലിന് ശേഷം വീട്ടിൽ അലങ്കാരമായി പ്രദർശിപ്പിക്കാനാകുമെന്ന പ്രത്യേകതയുമുണ്ട്. കണിയൊരുക്കുന്നതിന് പുറമെ കടകളിൽ അലങ്കാരത്തിനായും ഈ ആർട്ടിഫിഷ്യൽ പൂക്കൾ തേടി ആളുകൾ എത്താറുണ്ട് എന്ന് കച്ചവടക്കാർ പറയുന്നു. എന്തിനും ഏതിനും ഡ്യൂപ്ലിക്കേറ്റുകൾ ലഭ്യമാകുന്ന ഇക്കാലത്ത് അങ്ങനെ മലയാളിയുടെ മനം കവരുകയാണ് ഈ ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂക്കൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇത്തവണയും വിഷരഹിത പച്ചക്കറികളുടെ വിഷുക്കണി ഒരുക്കുകയാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത്. കാർഷിക മേഖലയിൽ നിരവധി അവാർഡുകൾ നേടിയ ശുഭകേശിന്റെ കൃഷിയിടത്തിലാണ് കണിവെള്ളരിയും കണിമത്തനുമൊക്കെ വിളവെടുത്തത്. കഞ്ഞിക്കുഴിയിലെ കർഷകർക്ക് വിഷുക്കാലം പച്ചക്കറികളുടെ മികച്ച വിപണനകാലം കൂടിയാണ്. വിഷു വിപണി ലക്ഷ്യം വെച്ച് ജനുവരി മാസം മുതൽ ആരംഭിച്ച കൃഷിയിൽ കണിവെള്ളരിയും കണിമത്തനും വിളവെടുത്തു കഴിഞ്ഞു. കാർഷിക മേഖലയിൽ നിരവധി അവാർഡുകൾ നേടിയ കഞ്ഞിക്കുഴിയിലെ ശുഭകേശിൻ്റെ കൃഷിയിടമാണ് ഈ വിഷുക്കാലത്തും മലയാളിക്ക് വിഷരഹിത പച്ചക്കറികൾ സമ്മാനിക്കുന്നത്. വിഷുക്കാലം ലക്ഷ്യമിട്ട് ആരംഭിച്ച കൃഷി ഇടയ്ക്കിടെ പെയ്ത മഴ ബാധിച്ചുവെങ്കിലും നല്ല വിളവുണ്ടാക്കാൻ ശുഭകേശിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ മലയാളികളുടെ വിഷുക്കണി വിഷരഹിത പച്ചക്കറികളാൽ സമൃദ്ധമായി മാറുന്ന ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിഷു വിപണി ലക്ഷ്യമാക്കി നാടൻ കണിവെള്ളരി ജനുവരിയിലാണ് നടുന്നത്. ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. കൃത്യമായ പരിചരണമുണ്ടായാൽ 45 ദിവസം കൊണ്ട് കായാകും. മഞ്ഞ കലർന്ന പ്രത്യേക നിറമായി വലിപ്പമെത്താൻ 60 ദിവസത്തോളം എടുക്കും. വിഷുവിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിളവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തൻ്റെ കൃഷിയിടത്തിൽ തന്നെയാണ് ശുഭകേശൻ വിപണനവും ഒരുക്കിയത്. വിഷുക്കാലത്ത് കണിവെള്ളരിക്ക് ആവശ്യക്കാരേറെയായതിനാൽ തന്നെ കഞ്ഞിക്കുഴിയിലെ കർഷകർക്ക് ഈ വിഷുക്കാലവും ഇരട്ടി മധുരമാണ് സമ്മാനിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജന്മവാർഷികമാണെന്ന്. രാജ്യത്ത് ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യം അവകാശങ്ങളുമൊക്കെ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ അംബേദ്കർ ജയന്തി ഏറെ പ്രസക്തമാകുന്നുണ്ട്. ഡോക്ടർ അംബേദ്കറുടെ സാമൂഹിക അസമത്വത്തിനെതിരെയുള്ള ആജീവനാന്ത പോരാട്ടത്തെ അനുസ്മരിച്ച് ഈ ദിനം സമത്വ ദിനമായാണ് രാജ്യം ആഘോഷിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4-ന് ലോക് ഭവനിൽ അംബേദ്കർ ജയന്തി ആഘോഷം നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനാകും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രഭാഷണവും നടത്തും. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. വോട്ടിന് നോട്ട് വിവാദത്തിൽ കുരുങ്ങി കുട്ടനാട്. UDF സ്ഥാനാർത്ഥി പണമെറിഞ്ഞ് വോട്ടുകൾ മറിച്ചു എന്ന LDF സ്ഥാനാർത്ഥിയുടെ ആരോപണത്തിന് പിന്നാലെ നിലപാടുയർത്തി UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ കൂടി രംഗത്തെത്തിയതോടെ ജനവിധി എന്തെന്നറിയും മുമ്പ് തന്നെ കുട്ടനാട് മണ്ഡലത്തിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് മുതൽ വിവാദങ്ങളുടെ ചിറകിലേറിയായിരുന്നു കുട്ടനാട് മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് യാത്ര. തർക്കരഹിതമായി LDF ആദ്യഘട്ടം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ UDFൽ ഉൾപാർട്ടി ജനാധിപത്യം മുറുമുറുപ്പ് തുടങ്ങിയിരുന്നു. ഇക്കുറി മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നായിരുന്നു ഒരു കൂട്ടം പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം തള്ളിയാണ് UDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് റെജി ചെറിയാനെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചത്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മുൻപ് തന്നെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പണമൊഴുക്കുന്നുവെന്ന ആരോപണം ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് കെ തോമസ് ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് UDF സ്ഥാനാർത്ഥി പണം നൽകുന്ന ദൃശ്യം ഉൾപ്പെടെ പുറത്തുവിട്ട LDF പരാതി നൽകിയത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളുകയായിരുന്നു UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ. രാവിലെ എണ്ണിക്കുമ്പോൾ സ്വബോധമില്ലാതെ വരുന്ന ചിന്തയാണ് ഓരോന്ന്. ഈ കൊടുത്ത പരാതിയിൽ നിയമപരമായിട്ട് എന്നോട് ചോദിക്കുമ്പം അതിന് തെളിവ് സഹിതം മറുപടി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഗൂഗിൾ പേ, നമ്മളൊക്കെ ഇവിടെ മിനിമം
ഏറ്റവും കുറവൊക്കെ ഉള്ള വിദ്യാഭ്യാസമുള്ളവരാണേലും ഇന്ന് റോഡിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരാണേലും ഗൂഗിൾ പേ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണെന്ന് അറിയാമല്ലോ. തെളിവ് കൊണ്ടുവരട്ടെ. പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ റജി ചെറിയാൻ പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് കെ തോമസിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശമാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ റജി ചെറിയാന് മറുപടിയുമായി തോമസ് കെ തോമസും രംഗത്തെത്തി. ആർക്കാണ് മനോരോഗമെന്ന് ജനം മനസ്സിലാക്കുമെന്ന് പറഞ്ഞ തോമസ് കെ തോമസ് ആർക്കാണ് അൽഷിമേഴ്സ് ബാധിച്ചതെന്ന് പരിശോധിക്കണമെന്നും വോട്ടിന് പണം നൽകിയെന്ന പരാതി തെളിവുകളോടെയാണെന്നും കുട്ടനാട്ടിൽ സീറ്റ് കിട്ടാൻ എന്ത് യോഗ്യതയാണ് റജി ചെറിയാനുള്ളതെന്നും വിമർശിച്ചു. മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ഓക്കെ. അപ്പം ഈ 3 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലില്ല. കാരണം 3 ദിവസം ഞാൻ ആസ്വദി ഷട്ടിട്ടുകൊണ്ടാണ് വോട്ട് ചെയ്തതെന്നുള്ള ഓർക്കാൻ കഴിവില്ലാത്ത ഒരാൾ കുട്ടനാട്ടിൽ എന്ത് പ്രതിനിധിയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എന്ത് കാര്യം ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ഓർമ്മയില്ല. ഈ കണക്കിന് പുള്ളിയുടെ ഭാര്യയും മക്കളെയും പുള്ളിക്ക് ഓർമ്മ കാണത്തില്ല. കാരണം 3 ദിവസം മുമ്പ് നടന്നവർ ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ട് 1 വർഷത്തിന് മേളിലായെന്ന് അദ്ദേഹമാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഞാനല്ല. വ്യക്തി അധിക്ഷേപങ്ങളുമായി ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞതോടെ രാഷ്ട്രീയ പോരിനപ്പുറം കൂടുതൽ കലുഷിതമാവുകയാണ് ആലപ്പുഴയിലെ കുട്ടനാട് മണ്ഡലം. അമൃത ന്യൂസ്, ആലപ്പുഴ. തിരഞ്ഞെടുപ്പ് ചൂടിനും വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പിനുമിടയിൽ ചിരിയുടെ മരുന്നിട്ട് കാർട്ടൂണിസ്റ്റ് ഷാജി മാത്യു. തിരഞ്ഞെടുപ്പ് കാലത്തെ കൗതുകകരമായ കാഴ്ചകളും രാഷ്ട്രീയ തമാശകളും ഒക്കെ കോർത്തിണക്കി പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയ വോട്ട് ചിരി കാർട്ടൂൺ പ്രദർശനം ജനശ്രദ്ധ നേടുന്നതായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തെ രസകരമായ സന്ദർഭങ്ങളാണ് കാർട്ടൂണുകൾക്ക് ആധാരം. രാഷ്ട്രീയ വൈര്യം കലർത്താതെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്നവയാണ് ഇവ ഓരോന്നും. കത്തുന്ന വെയിലിനെ അവഗണിച്ചും മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെത്തുന്ന വഴിയാത്രക്കാർ കാർട്ടൂണുകൾ ആസ്വദിച്ചാണ് മടങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഗൗരവമായ ചർച്ചകൾക്കിടയിൽ വോട്ടുചിരി പത്തനംതിട്ടക്കാർക്ക് വേറിട്ടൊരു അനുഭവമായി. അതെ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ധാരാളം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ പല സംഭവങ്ങളെയും ഒരു കാർട്ടൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നിയത് കൊണ്ടാണ് ആ വിഷയങ്ങളൊക്കെ ഒരു കാർട്ടൂണാക്കി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്തിൽ നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം നമ്മൾ ആ മുഖ്യധാര രാഷ്ട്രീയം ഇതിനകത്ത് ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ ഈ രാഷ്ട്രീയത്തോടനുബന്ധിച്ച് ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് താനും. ആ സംഭവവികാസങ്ങളെ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ രസകരമായിട്ട് ആളുകൾ ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. നല്ല പ്രതികരണമായിരുന്നു. ഇത് കൂടുതൽ കാർട്ടൂണുകൾ സോഷ്യൽ മീഡിയയിൽ മുമ്പ് വന്നിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വന്നതാണ്. അതൊക്കെ നല്ല അഭിപ്രായങ്ങൾ നേടിയതിന് ശേഷമാണ് ആ കാർട്ടൂണുകളും അതോടൊപ്പം തന്നെ മറ്റ് കുറച്ച് പുതിയ കാർട്ടൂണുകളോടും ചേർത്താണ് ഇന്നിവിടെ ഈ പ്രദർശനം നടത്തിയിരിക്കുന്നത്. ഇത് ധാരാളം പേര് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറയാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുഖ്യധാര രാഷ്ട്രീയം ഇതിനകത്ത് ചർച്ച ചെയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ വരച്ച തിരഞ്ഞെടുക്കപ്പെട്ട 20 കാർട്ടൂണുകളാണ് പ്രദർശിപ്പിച്ചത്. ഫലം വരുന്ന മെയ് 4 വരെയുള്ള കാത്തിരിപ്പിന്റെ വിരസതയകറ്റാൻ കൂടിയുള്ളതാണ് പ്രദർശനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. തിരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് മറക്കാനാകാത്ത അവിസ്മരണീയ മുഹൂർത്തങ്ങളെന്ന് ആലപ്പുഴ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AD തോമസ് അമൃത വാർത്തകളോട്. ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച തോമസിന് മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് ഓരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, തിരഞ്ഞെടുപ്പ് സമ്മാനിക്കുന്നത് നിരവധിയായ അനുഭവങ്ങളും ഓർമ്മകളും കൂടിയാണ്. എന്തായാലും ആലപ്പുഴ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട് മത്സരരംഗത്ത് ഇറങ്ങിയ AD തോമസ് ആദ്യമായാണ് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ അനുഭവവും ഓർമ്മകളും AD തോമസ് അമൃത വാർത്തകളുമായി പങ്കുവെക്കുകയാണ്. തോമസ് ആദ്യമായിട്ടാണ് ഒരു തിരഞ്ഞെടുപ്പ് അംഗത്തിന് ഇറങ്ങുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അതിനു മുമ്പായിട്ട് തന്നെ ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണ്? നമ്മൾ പൂർണ്ണമായും ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. പിന്നെ തിരഞ്ഞെടുപ്പിലെ ഒരു മത്സരം എന്ന രീതിയിൽ ആദ്യത്തെ ഒരു മത്സരമാണ്. അത് വലിയ എക്സ്പീരിയൻസ് ജീവിതത്തിൽ സമ്മാനിച്ചു. ഒരുപാട് മനുഷ്യരെ പഠിക്കാനും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ളൊരു അവസരമായിരുന്നു. നമ്മുടേതല്ലാത്ത മറ്റൊരു ചുറ്റുപാടിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം.
സിറ്റിംഗ് MLA-ക്കെതിരെയാണ് ഒരു മത്സരം വരുന്നത്. എനിക്ക് തോന്നുന്നു UDF-ൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന MJ ജോബ് പറഞ്ഞത് ഒരു ട്രെയിനിന് മുന്നിൽ ആരും കൊണ്ട് തലവെക്കുമോ എന്നാണ് PP ചിത്രത്തിനെതിരെ ഒരു മത്സരരംഗത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത്. അപ്പം വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു കനത്ത പോരാട്ടം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു വിജയപ്രതീക്ഷയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയായിരുന്നു? വലിയ കടുപ്പമേറിയ പോരാട്ടമായിരുന്നു. അത് പല പല പരാമർശങ്ങളും പല അഭിപ്രായങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്നുണ്ടാവും. അതിന് ചിലപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവാം, ലക്ഷ്യങ്ങളില്ലാതിരിക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആലപ്പുഴയിൽ UDF-ൻ്റെ മുഴുവൻ പ്രവർത്തകരും സ്ഥാനാർത്ഥികളായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്നതിനേക്കാൾ വലിയ തിരഞ്ഞെടുപ്പ് ആവേശം എല്ലാ പ്രവർത്തകരിലും UDF-ൻ്റെ പ്രവർത്തകരിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരുന്ന് നിരവധിയായ അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ആയിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിലെമ്പാടുമുണ്ട്. ആ പ്രവർത്തകരുടെ എല്ലാം ഒരു വാശിയും ഭരണത്തിലേക്ക് എത്തണമെന്നുള്ളൊരു വികാരവും എല്ലാം ഓരോ ബൂത്തിലും 10-15 സ്ഥാനാർത്ഥികളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അവരെല്ലാം സ്വന്തം നിലയ്ക്ക് വോട്ട് പിടിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോരുത്തരും. പാർട്ടിയെ സംബന്ധിച്ച് യുവ നേതാവിനെ ഇതുപോലെ സുപ്രധാനമായ ഒരു മണ്ഡലം ഏൽപ്പിക്കുന്നു. അപ്പം മുൻപ് ചോദിച്ച പോലെ തന്നെ മറക്കാനാവാത്ത അനുഭവം, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന മറക്കാനാവാത്ത അനുഭവം ഏതെങ്കിലും ഇങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാര്യം നമ്മളൊരു തുടക്കക്കാരനാണ്. ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ ഒരു മത്സരം കഴിഞ്ഞ് 10 വർഷങ്ങൾക്കിപ്പുറമാണ് ആദ്യമായിട്ടാണ് ഒരു മത്സര രംഗത്തേക്ക് വോട്ട് ചോദിച്ചിറങ്ങുന്നത്. നമ്മൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റു പല ആളുകൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും നമ്മളോട് സംസാരിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കിന് മാതാപിതാക്കൾ, അവരിൽ നിന്ന് ലഭിച്ച സ്നേഹവും പിന്തുണയും അത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. പിന്നെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ നൽകിയ പിന്തുണ, എല്ലാവരും ഓരോ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രപരമായി നിലകൊള്ളുന്ന ആളുകൾ പോലും രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ പിന്തുണച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെല്ലാം കാരണം പ്രധാനമായി UDF പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനമാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ, മാതാപിതാക്കൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ വലിയ ഒരു പിന്തുണ നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാം വൈകാരികമായ ഒരു പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നഗരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു പോസ്റ്റർ എന്ന് പറയുന്നത് തല പൊട്ടി ചോര ഒഴുകുന്ന ഒരു യുവ നേതാവിനെ കൂടിയാണ്. അപ്പോൾ ആ ഒരു സമരവും ആ ഒരു എക്സ്പീരിയൻസും എല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടായിട്ടുണ്ടോ? തീർച്ചയായും. എനിക്ക് തോന്നുന്നു എന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ചില ഘടകങ്ങൾ പരിഗണിച്ചാണ്. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ UDF-ൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ, UDF-ൻ്റെ യുവജന സംഘടനകൾ, അവരുടെ പ്രവർത്തകരുടെ തലതല്ലി പൊളിക്കുന്നതും മാരകമായി പരിക്കേറ്റ് മാസങ്ങളോളം ആശുപത്രിയിലാവുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. നിരവധി തവണ ജയിൽവാസം അനുഭവിച്ച പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പ്രതിനിധിയായി മത്സരിക്കാൻ അവസരം കിട്ടിയത് എനിക്കാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം തെരുവുകളിൽ രക്തം ചിന്തിയ, നല്ല സമയം മുഴുവൻ ആശുപത്രി കിടക്കയിലായ, ഭൂരിഭാഗം സമയവും ജയിലിലായ ഒരുപാട് യുവജന നേതാക്കളുണ്ട്, ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട് കേരളത്തിൽ. അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് വളരെ ചെറിയ പ്രായത്തിൽ പാർട്ടി എന്നെ, ഐക്യജനാധിപത്യ മുന്നണി എന്നെ അവതരിപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. AD തോമസിനെ സംബന്ധിച്ച് ആദ്യ തിരഞ്ഞെടുപ്പ് അംഗം എന്നതിനപ്പുറമായി വളരെ വൈകാരികമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് തനിക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലാണ് തൃക്കാക്കര മണ്ഡലത്തിൽ മത്സരിച്ച NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ. കാലങ്ങളായി UDF ജയിക്കുന്ന മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം എന്നത് കോൺഗ്രസിനെതിരെയാണ്. നഗരമേഖലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എളുപ്പമുള്ളതല്ലായിരുന്നുവെന്നും അഖിൽ മാരാർ പ്രതികരിച്ചു. 3 ആഴ്ചയോളം നീണ്ട പ്രചാരണ പരിപാടികൾക്കൊക്കെ ശേഷം സ്ഥാനാർത്ഥികളൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. അവർ എല്ലാം തന്നെ വലിയ അനുഭവങ്ങളായിരുന്നു ഈ 3 ആഴ്ചക്കാലം ഉണ്ടായിരുന്നത്. ഏതായാലും അഖിൽ മാരാർ തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹമാണ് കൂടെ ഉള്ളത്. ഈ ഒരു വലിയൊരു സമയമെന്ന് പറയാൻ പറ്റില്ല, വളരെ കുറഞ്ഞൊരു സമയമായിരുന്നു. എന്നിരുന്നാൽ പോലും മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ആളുകളോടൊക്കെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അനുഭവം? അല്ല, ഭയങ്കര വലിയ സ്വീകാര്യതയായിരുന്നു നമുക്ക് എല്ലാ മേഖലയിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ അത് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ ജനത്തെ കണ്ടു തുടങ്ങി, പല വീടുകൾ കയറി തുടങ്ങി. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ മത്സരിച്ച് ശീലം ഉണ്ടായതുകൊണ്ടും നമ്മുടെ ഈ തെക്കൻ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ ശൈലിയുണ്ട്, കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു ശൈലിയുണ്ട്. ഇപ്പോൾ സിറ്റിയിൽ പൊതുവേ അതത്ര പരിചിതമായിരിക്കത്തില്ല. അപ്പോൾ ഞാനത് കണ്ടുവളർന്ന ഒരാളായതുകൊണ്ടും ജനങ്ങൾക്കിടയിൽ ജീവിച്ച് തന്നെ വളർന്ന ഒരാളായതുകൊണ്ടും ഞാൻ അതായിരുന്നു ആദ്യമേ നോക്കിയത്. അപ്പോൾ ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോഴും അവർക്ക് ഭയങ്കര വലിയ സ്വീകാര്യതയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൂടെ സൃഷ്ടിക്കപ്പെട്ടൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് പതിയെ ഓരോ ദിവസം കഴിയുന്നതോടെ നമുക്കിങ്ങനെ കൂടി വന്നു. ഈവൻ കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം വർദ്ധിച്ചതെന്ന് ചോദിച്ചാൽ ജനങ്ങൾ നമുക്ക് നൽകിയ സ്വീകാര്യത,
ഈ ഇന്നലകളിൽ ഇവിടെ ഭരിച്ചവരോടുള്ള അവരുടെ ഒരു വിരോധം ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. തൃക്കാക്കരയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴേ പലതരത്തിലുള്ള അതായത് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുമുണ്ട്, മറ്റ് ആളുകളുമുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് എല്ലാം എത്തിപ്പെടാനായിട്ട് എങ്ങനെയായിരുന്നു ഒരു പരിശ്രമം ഉണ്ടായിരുന്നത്? അതൊരു വലിയ പ്രയാസമാണ്. അതിപ്പോൾ നാളെ ആയാലും അത്ര എളുപ്പമല്ല. എന്തെന്ന് വെച്ചാൽ ഒന്ന് തൃക്കാക്കരയിൽ ജീവിക്കുന്ന ജനതയുടെ ഒരു 8-1 10-1 ഒക്കെ വോട്ടേഴ്സ് ഇവിടെ ഉള്ളൂ. കാര്യം ഒരു അത്രയേറെ ആൾക്കാർ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും താമസിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിന് പുറത്തുള്ള ധാരാളം പേരുണ്ട്. കേരളത്തിലെ തന്നെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കൈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളോട് സ്നേഹത്തോടൊപ്പം സംസാരിക്കുന്നവർ പലരും നമ്മൾ വോട്ടറാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ള ഏരിയയിലേക്ക് പോകുന്നതും ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ രാവിലെ 9 മണി മുതൽ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കാണുക അത്ര എളുപ്പമല്ല. പിന്നെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന പല ആർക്കും വോട്ട് കൂടില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ ഫ്ലാറ്റ് ഇവിടെ 350ഓളം ഫാമിലി ഉണ്ട്. ഇവിടെ വോട്ടെന്ന് പറയുന്നത് 51 വോട്ടേ ഉള്ളൂ. ഇപ്പം തൊട്ടപ്പുറത്ത് പൂർവ്വ എന്ന് പറയുന്ന ഫ്ലാറ്റുണ്ട്, അവിടെ 650 ഫാമിലി ഉണ്ട്. അവിടെ ആകെ ഉള്ള വോട്ട് 101 കണ്ടാണ്. അങ്ങനെ വലിയ 1200 വോട്ടുള്ള DLFൽ ആ വോട്ടുള്ളത് 300-400 ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വോട്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇവരെ നേരിട്ട് കാണുക പ്രയാസമാണ്. അവിടെ സോഷ്യൽ മീഡിയ മാത്രമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സജീവമായി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തു. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അഖിൽമാരാറെ സംബന്ധിച്ച് ഏതായാലും സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം. ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥാനാർത്ഥികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് കൂടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മറ്റാൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഖിൽമാരാറുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? സ്വന്തം നിലയിൽ തന്നെ കാര്യങ്ങൾ നോക്കിയിരുന്നു, അല്ലെങ്കിൽ കൂടെ എത്ര പേരുണ്ടായിരുന്നു സാർ? ആരുമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. എൻ്റെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഞാനായിരിക്കും. അത് മണ്ഡലത്തിലെ വിഷയം മാത്രമല്ല, ഈവൻ പുറത്തുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ജനകീയ വിഷയങ്ങളിലെല്ലാം തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഞാൻ വണ്ടിയിലിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ എഴുതുന്നത്. ഇതെല്ലാം ഞാൻ നോക്കും. കമൻറ്റ് സെക്ഷനുകളിൽ വരുന്ന അഭിപ്രായങ്ങൾ ഞാൻ ശ്രദ്ധിക്കും. അതിൽ ഹേറ്റേഴ്സ് ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ഗ്രൂപ്പിൽ കൊണ്ടിട്ടാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിൽ കൊണ്ടിട്ടാലോ കൂട്ടമായിട്ട് കുറേ ആൾക്കാർ ഒന്ന് തെറി വിളിക്കും. അവരുടെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ജെന്യുവിനായിട്ട് ഒരാൾ അവരുടെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായം കേൾക്കും. അതിന് കൺവിൻസിംഗ് ആയിട്ട്, അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കും. സ്വാഭാവികമായിട്ടും ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം, അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാൻ നടക്കുന്ന ഒരു വലിയ വിഭാഗം, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ പബ്ലിസിറ്റി നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും തന്നുകൊണ്ടേയിരുന്നു. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ടോ? എന്താണ് ഒരു വിജയപ്രതി? തീർച്ചയായിട്ടും. അതായത് ഇവിടെ ഇപ്പം പോളിംഗ് ശതമാനം 10% കൂടിയ ഒരു മണ്ഡലമാണ് തൃക്കാക്കര. എനിക്കറിയത്തില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ 10% പോളിംഗ് വർധന ഉണ്ടായിട്ടുണ്ടെന്ന്. SIR പ്രകാരം വോട്ടർ പട്ടികയുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് പോളിംഗ് ശതമാനം സ്വാഭാവികമായും കൂടുകയും, പക്ഷേ അതേസമയം നമ്മൾ എറണാകുളത്ത് തന്നെ പല മണ്ഡലങ്ങളും എടുത്തു കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം കൂടി വോട്ട് കുറയുകയാണ് ചെയ്തത്. തൃക്കാക്കരയെ സംബന്ധിച്ച് പോളിംഗ് ശതമാനവും കൂടി വോട്ടും കൂടി. അപ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് UDFൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ UDFൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു UDF വിരുദ്ധ വികാരമേ ഉണ്ടാവാനുള്ള പൊതു സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ തുടർച്ചയായി അവർ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA വീണ്ടും വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന് കരുതി ഇറങ്ങാൻ വേണ്ടി ഒരു പുതിയ വിഭാഗം ആൾക്കാർ ഇറങ്ങിത്തിരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് എല്ലായ്പ്പോഴും പ്രതിപക്ഷം ഇറങ്ങി, അല്ലെങ്കിൽ ഒരാൾ ഇറങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, പ്രത്യേകിച്ച് ഇവിടെ ഫ്ലാറ്റുകളിൽ ജീവിക്കുന്ന ഒരു ജനത ഇറങ്ങി വോട്ട് ചെയ്യണമെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു വോട്ട് കൂടിയായിട്ടത് മാറും. അതുകൊണ്ട് തന്നെയാണ് തൃക്കാക്കരയിൽ വോട്ടിൻ്റെ എണ്ണവും കൂടിയത്, പോളിംഗ് ശതമാനം വർദ്ധിച്ചത്. അത് സ്വാഭാവികമായിട്ടും ഇപ്പം പുഷ്പദാസ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റിന് കിട്ടാൻ ഞാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അവരെ അത്ര രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് എങ്ങും കാണിച്ചിരുന്നില്ല. പിന്നെ ഫ്ലാറ്റ് അസോസിയേഷനുകളിലേക്ക് അവർക്ക് എത്തത്തക്ക സോഷ്യൽ മീഡിയ സാന്നിധ്യമോ കാര്യങ്ങളോ ഒന്നും അവരാരാണെന്ന് പോലും ഇവിടെ പലർക്കും അറിയില്ല. അതേസമയം തന്നെ അവർക്ക് സംഘടനാപരമായ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ശേഷിയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു നല്ല കാൻഡിഡേറ്റാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ നല്ല കമ്മ്യൂണിസ്റ്റുകാരിയാണ്. പക്ഷേ പുറത്ത് ഒരു നിഷ്പക്ഷ ജനതയെ ആകർഷിക്കാനുള്ള ശേഷി അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷം 10 വർഷമായി ഭരിക്കുന്ന സാഹചര്യത്തിൽ. അതേസമയം ഉമാ തോമസ് 4 വർഷമായിട്ട് ഇവിടെ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടെ സജീവമായിരുന്നില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് സജീവമായിരുന്നില്ല. ഇവിടെ ജില്ലാ പ്രസിഡന്റ് സജീവമായിരുന്നില്ല. ഇവിടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ സജീവമായിരുന്നില്ല. ഇന്നലകളിൽ ഉമാ തോമസിനോട് പ്രവർത്തിച്ച പല ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഒരു പുറകോട്ടടി ഉണ്ടായിരുന്നു. പക്ഷേ അവസാന 4-5 ദിവസമായപ്പോഴത്തേക്ക് അധികാരത്തിലെത്താൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടും അവർക്ക് അവരുടെ ഒരു സീറ്റ് വിട്ടുകളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അവരുടെ ആ ഒരു സിസ്റ്റം ഭയങ്കരമായിട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. പ്രത്യേകിച്ച് ഈ തൃക്കാക്കരയിലെ നിയോജക മണ്ഡലത്തിലെ എല്ലാ കൗൺസിലേഴ്സും ഇവരുടെ കോൺഗ്രസിൻ്റെയാണ്. ആകെ 2020 ഒരു കൗൺസിലറുണ്ട്. ആ കൗൺസിലറാണെങ്കിൽ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് അവരുടെ വർക്ക് പ്രയോജനപ്പെട്ടിട്ടുമില്ല. പിന്നെ 2020 NDA ചേർന്നതിൻ്റെ പേരിൽ എന്താണ് ഒരു മുന്നണിയെന്നും എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നും കൃത്യമായി മനസ്സിലാക്കാൻ അറിയാതെ പോയവർ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മാറി നിന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ അതൊരു ഹീലിംഗ് പറഞ്ഞു പെട്ടെന്നൊരു ചർച്ചയായിരുന്നല്ലോ. ഇപ്പം ജനുവരി മാസം അവസാനം ഉണ്ടായൊരു മുന്നണിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് കുറച്ച് പ്രദേശങ്ങളിലൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തെക്കാട്ടിയും കൂടുതലും കോൺഗ്രസിൻ്റെ സിസ്റ്റം ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. വർഷങ്ങളായിട്ട് അവരുടെ അടിത്തറ ഭയങ്കര സ്ട്രോങ് ആണ്. ആ അടിത്തറയിൽ നിന്ന് അവർക്ക് സ്വരൂപിക്കാൻ പറ്റുന്നൊരു വലിയ വോട്ടുണ്ട്. അതിന് മുകളിലെ വോട്ടുകൾ അവർക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് മുകളിലെ വോട്ടുകൾ എത്ര വന്നാലും
അത് ഒരു 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 പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജനത എൻ്റെ ഒപ്പം തന്നെ നിൽക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ഇതിനോടൊപ്പം തന്നെ അതായത് ഈ 2020 BJP-യോടൊപ്പം ചേരുന്ന സമയത്ത് ചില പ്രതിഷേധങ്ങളൊക്കെ BJP-യുടെ ഉള്ളിലുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും 2020 സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ളത്. അത് പ്രചരണ പരിപാടികളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇത് അനുഭവപ്പെട്ടിരുന്നു, അവർ BJP മാറി നിൽക്കുന്നതായിട്ട്? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്നെ ഇങ്ങനെ, അതായത് സഹോദരനെ പോലെ അനിയനെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെ പോലെ തന്നെ അത്ര സ്വീകാര്യതയോട് കൂടിയിട്ടാണ് ഈ മണ്ഡലത്തിലെ ഓരോ ആൾക്കാരും നമ്മളെ കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഒരു കാലത്തും ഇല്ലാത്ത വിധം തൃക്കാക്കരയിൽ BJP-യുടെ സിസ്റ്റം ഏറ്റവും ഇറങ്ങി പ്രവർത്തിച്ചത് ഇവിടെയാണ്. അത് ഇപ്പം മുൻപ് മത്സരിച്ച പത്മചേച്ചി ആയാലും NDAയുടെ ചെയർമാൻ ആയിട്ട് നമ്മുടെ ഇവിടെ വന്ന നന്ദേട്ടനായാലും ഓരോ ആൾക്കാർ, ഇവിടുത്തെ ഏരിയ പ്രസിഡന്റുമാർ, ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ, ഈവൻ നമ്മുടെ ഒരു മണ്ഡലം പ്രസിഡന്റിന് സെറിബ്രൽ ത്രോംബോസിസ് വന്ന് അറ്റാക്ക് വന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി 3-ാമത്തെ ദിവസം അദ്ദേഹം എൻ്റെ പ്രചരണത്തിൽ അദ്ദേഹം കുടുംബം വന്നിരിക്കുകയാണ്. അവരത്ര സ്വീകരിച്ചിട്ടാണ് എന്നെ ഈ മണ്ഡലത്തിൽ കൊണ്ടു നടന്നത്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് തന്നെയാണ് ഞാനും നടന്നത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ അങ്ങനെ 2020 വന്നതിൻ്റെ പേരിൽ BJP-യിൽ ഒരു അസ്വാരസ്യം ഉണ്ടായില്ല. തുടക്കത്തിലൊക്കെ ചിലർക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഇത്രയും വർഷങ്ങളായിട്ട് താമരയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയല്ലേ ഞങ്ങൾ, അവർ ചക്കയ്ക്ക് എങ്ങനെ വോട്ട് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചവരുണ്ട്. സുരേഷ് ഗോപിയുടെയൊക്കെ വരവോടുകൂടി ഈവൻ സുരേഷ് ഏട്ടൻ പോലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഇതുവരെയും ഈ തെരഞ്ഞെടുപ്പിൽ താമരയ്ക്കല്ലാതെ മറ്റൊരു ചിഹ്നത്തിന് വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു കഷ്ടപ്പാട് കണ്ടിട്ടോ, ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കണ്ടിട്ടോ, ജനങ്ങൾ എനിക്ക് നൽകുന്നൊരു സ്വീകാര്യത കണ്ടിട്ടോ BJP ഒന്നടങ്കം ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങുകയും അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണെന്നൊരു തോന്നൽ അവർക്കുണ്ടാവുകയും അത്ര ആത്മാർത്ഥമായി തന്നെ അവരുടെ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഏതായാലും വളരെയധികം നന്ദി. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഏതായാലും വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റ് അനുകൂല ഘടകങ്ങളൊക്കെ കൂടി ഏതായാലും വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് അഖിൽ മാരാറുള്ളത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്റന്റ് ബേസ്ഡ് റെസിഡൻഷ്യൽ പ്രൊജക്ടുമായി ക്രൈറ്റർ ഗ്രൂപ്പ് കോഴിക്കോട് കാശ്മീർ കുന്നിലാണ് ദി സ്കൈ പ്രൈവറ്റ് ലക്ഷറി റെസിഡൻസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 250 കോടി രൂപയുടെ പ്രൊജക്ടിൽ 2.6 കോടി രൂപ മുതലാണ് വില്ലകൾ ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ലോഞ്ചിങ് ഈ മാസം 26 നടക്കും. പദ്ധതിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ക്രൈറ്റർ ഗ്രൂപ്പ് സ്ഥാപകനും MD-യുമായ ഇഫ്ലു റഹ്മാൻ രചിച്ച ദി സ്കൈ മൈ വിഷൻ ഫോർ വിഷണറീസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കോഴിക്കോട് നടന്നു. അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അത്. കാലിക്കറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കാലിക്കറ്റിൻ്റെ സിറ്റിയിൽ നിന്നും ഏതാണ്ട് 10 മിനിറ്റ്സ് ഡ്രൈവേ ആ സ്ഥലത്തേക്കുള്ളൂ. അപ്പം ഇതൊരു കശ്മീർ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ വെതർ, ഇതിൻ്റെ ബ്യൂട്ടി, ഇതൊക്കെയാണ്. അപ്പം അവിടെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രൈവറ്റ് റെസിഡൻസസ് കൊണ്ടുവരുന്നത്. വിഷു ആഘോഷമാക്കാൻ കോഴിക്കോട് തൊണ്ടയാട് ഷോറൂമിൽ ഓഫറുകളുമായി മൈജി. ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാഷ് പ്രൈസും ഹോം ആൻഡ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളും സ്വന്തമാക്കാനുള്ള അവസരമാണ് മൈജി ഒരുക്കിയിരിക്കുന്നത്. വിഷു ഓഫറിലെ ഭാഗ്യശാലികളെ വമ്പൻ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ഒന്നാം സമ്മാനമായി 10 ലക്ഷം രൂപയും, രണ്ടാം സമ്മാനം 5 ലക്ഷം രൂപയും, മൂന്നാം സമ്മാനമായി 10 പേർക്ക് 1 ലക്ഷം രൂപയുമാണ് നൽകുന്നത്. ജൂൺ 6-നാണ് നറുക്കെടുപ്പ്. അതേസമയം മെയ് 10 വരെ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 20 ലക്ഷം രൂപ വിലയുള്ള നിരവധി സമ്മാനങ്ങളും നേടാം. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ, റെഫ്രിജറേറ്ററുകൾ, TV, AC ഉൾപ്പെടെ നിരവധി ഹോം അപ്ലയൻസസുകളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളും നറുക്കെടുപ്പിലൂടെ ലഭിക്കും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സോളാർ ഇൻസുലേഷൻ കമ്പനിയായ മൂപ്പൻ സോളാറിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനവും പരസ്യചിത്രത്തിന്റെ റിലീസും കൊച്ചിയിൽ നടന്നു. നടൻ അനൂപ് മേനോനെ മൂപ്പൻ സോളാറിന്റെ ബ്രാൻഡ് അംബാസഡറായി ചടങ്ങിൽ പ്രഖ്യാപിച്ചു. സോളാർ ഊർജ്ജ രംഗത്തെ നൂതനമായ മാറ്റങ്ങൾക്കും വിപുലീകരണത്തിനും ഒരുങ്ങുന്ന കമ്പനിയുടെ സുപ്രധാന നാഴികക്കല്ലായാണ് പുതിയ കോർപ്പറേറ്റ് ഓഫീസിന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടുന്നത്. സോളാർ മേഖലയിലെ വിദഗ്ധരും പ്രമുഖരും ചടങ്ങിൽ അതിഥികളായി എത്തി. KECB സൗര പ്രൊജക്ടിന്റെ മുൻ സ്റ്റേറ്റ് നോഡൽ ഓഫീസറും റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുമായ മധുലാൽ ജെ, സംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ, നടി ലെന, ബാലതാരം ദേവനന്ദ ഉൾപ്പെടെയുള്ളവർ വിശിഷ്ടാതിഥികളായി. സോളാർ മേഖലയിലെ പുത്തൻ സാധ്യതകളും ഭാവി പദ്ധതികളും ചടങ്ങിൽ ചർച്ച ചെയ്തു. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. നിലവിൽ ഇന്നത്തെ ഒരു വിപണിയിലെ സാധ്യതകളും പ്രതീക്ഷകളും ഒക്കെ എങ്ങനെയാണ്? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ആഴ്ച വലിയൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഞായറാഴ്ച നടന്ന US-ഇറാൻ സമാധാന ചർച്ച എങ്ങും എത്താതെ പിരിഞ്ഞത്
ആഗോള വിപണികളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലുണ്ടാവും. 24,000 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര സൂചിയായ നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. ആ ഒരു നിലവാരത്തിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ വിപണി നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങുകയാണെങ്കിൽ 24,000 താഴേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 23,800 എന്ന നിലവാരമായിരിക്കും ആദ്യ അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. ആ നിലവാരത്തിന് മുകളിൽ വിപണി ഒന്ന് ക്രമപ്പെട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാഹചര്യം വിപണിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള ഒരു ശ്രമം കൂടെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപക്ഷെ ആ നിലവാരത്തിൽ താഴേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 23,500 എന്ന നിലവാരത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാണയങ്ങളുടെയും പത്രങ്ങളുടെയും അപൂർവ ശേഖരമൊരുക്കി കോഴിക്കോട് മക്കട സ്വദേശി അബ്ദുൾ റഷീദ്. കുട്ടിക്കാലത്ത് ഇവയോട് തോന്നിയ ചെറിയൊരു ഇഷ്ടമാണ് അപൂർവങ്ങളിൽ അപൂർവമായ ശേഖരം ഒരുക്കാൻ റഷീദിന് പ്രേരണയായത്. ഗദ്ദിക, പൗരൻ, സ്ഫുലിംഗം, ടെലഗ്രാഫ്, കേരളഭൂഷണം, കേരള പ്രണാമം, ഉത്തരദേശം, ഇടിക്കുറ്റി, മക്തബ്, രാഷ്ട്രദീപിക, ലേറ്റസ്റ്റ് എന്നിങ്ങനെ നീളുകയാണ് റഷീദിന്റെ പത്രശേഖരം. വർഷങ്ങളേറെ കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട വാർത്തയടങ്ങുന്ന പത്രവും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ദിനപത്രമായ ഗത്യാമർ ടൈസും ലക്ഷദ്വീപ് പത്രങ്ങളും അപൂർവ ശേഖരത്തിലുണ്ട്. ടിപ്പു സുൽത്താന്റെയും ചോള രാജവംശത്തിന്റെയും ജോർജ് അഞ്ചാമന്റെയും കാലഘട്ടങ്ങളിലെ നാണയങ്ങളുടെയും ശേഖരങ്ങൾ മറ്റൊരു കൗതുക കാഴ്ചയാണ്. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലുള്ള നാണയങ്ങൾ കുട്ടിക്കാലത്ത് റഷീദിന് ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇവയോട് താല്പര്യം തോന്നി തുടങ്ങുന്നത്. എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് വാപ്പ മരണപ്പെട്ടത്. വാപ്പ മരണപ്പെട്ട ശേഷം വാപ്പൻ്റെ പെട്ടി തപ്പിയപ്പോൾ 2-3 കോയിനുകൾ കണ്ടു. ഈ കോയിനുകൾ കണ്ടപ്പോൾ അത് വെറുതെ വാപ്പൻ്റെ സാധനത്തിൽ എടുത്തു വെച്ചു. പിന്നീടാണ് ഇത് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് വളരെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ളതും ഇന്ത്യയിലെ തന്നെ ഓട്ടമുക്കാൽ പോലത്തെ സാധനങ്ങളെന്ന് മനസ്സിലായത്. അവിടുന്ന് ആണ് എനിക്ക് ഇത് സംരക്ഷിക്കണമെന്നും എന്നുള്ളൊരു പ്രചോദനം കിട്ടുന്നത്. പിന്നീട് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലമായതുകൊണ്ട് പണ്ട് സ്റ്റാമ്പും തീപ്പെട്ടി പിക്ചറും എടുത്തു വെക്കുമായിരുന്നു. അവിടെ നിന്നാണ് കളക്ഷൻ തുടങ്ങുന്നത്. പിന്നീട് ഒരു വ്യവസ്ഥാപിതമായ കളക്ഷൻ തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ SSLC പരീക്ഷ എഴുതിയ കാലത്താണ് ഇന്ദിരാഗാന്ധി മരിക്കുന്നത്. ഞാൻ കോഴിക്കോടാണ് താമസം. അപ്പോൾ പിറ്റേന്ന് എല്ലാ പത്രങ്ങളും പാളയത്തേക്ക് പോയപ്പോൾ പത്രങ്ങളും പോയി. അപ്പം മൊത്തം പത്രങ്ങളൊന്ന് വാങ്ങി. പിന്നീട് അതങ്ങനെ വികസിപ്പിച്ചുകൊണ്ട് എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും പിറ്റേന്നിറങ്ങുന്ന എല്ലാ പത്രങ്ങളും അത് കിട്ടാവുന്നിടത്തോളം സുഹൃത്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും അത് ശേഖരിച്ച് അങ്ങനെ എടുത്തു വെക്കും. ഇത് സംരക്ഷിക്കലാണ് ഭയങ്കര പ്രയാസം. വാങ്ങലോ ഇതൊന്നല്ല, പൈസ ഉണ്ടെങ്കിൽ വാങ്ങാനും കിട്ടും, നമ്മളെ സുഹൃത്തുക്കൾ ഉപയോഗിച്ച് ഇത് സംഘടിപ്പിക്കാനും കിട്ടും. പക്ഷേ ഇത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിൻ്റെ 4 ഇരട്ടിയൊക്കെ ഓരോ വർഷവും സംരക്ഷിക്കാൻ അതിൻ്റെ ചെലവ് വരും. കേട്ടുകേൾവിയും വായിച്ചറിയും മാത്രമുള്ള പഴയ സ്റ്റാമ്പുകളുടെയും വിസ്മയിക്കുന്ന ശേഖരവുമുണ്ട് റഷീദിന്. ക്യാമറമാൻ അനുരാഗിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് ആദ്യ തോൽവി. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ 57 റൺസിന്റെ തോൽവിയാണ് രാജസ്ഥാൻ നേരിട്ടത്. ഹൈദരാബാദിന്റെ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസാണ് നേടിയത്. ഇഷാൻ കിഷന്റെ ഇന്നിംഗ്സാണ് ഹൈദരാബാദിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.